അഹമ്മദാബാദ് ബോംബ് സ്ഫോടന കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി 38 നിരപരാധികളുടെ വധശിക്ഷ ശരിവച്ച കാര്യം നമ്മൾ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തതാണ്. 38 പേർക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തമാണ് വിചാരണ കോടതി വിധിച്ചത്. ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു അഴിവുണ്ടാവും, എന്തെങ്കിലും ഒരു ഇളവ് കിട്ടും എന്നാണ് പ്രതികൾ പ്രതീക്ഷിച്ചത്. പ്രതികളെ പിന്തുണയ്ക്കുന്നവരും നമ്മുടെ നാട്ടിലെ പാകിസ്ഥാൻ ചിന്താഗതിക്കാരും അതുതന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു. പ്രതികളുടെ വക്കീലന്മാർ വാതോരാതെ വാദിച്ചുവെങ്കിലും ഫലം കിട്ടിയില്ല. ഹൈക്കോടതിയും ഈ വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചു, ശിക്ഷയും ശരിവെച്ചു. വിധി ശരിവെച്ചാലും ശിക്ഷയിൽ ഇളവ് ചെയ്യാൻ വകുപ്പുണ്ട്. മാത്രമല്ല, വിചാരണ കോടതിക്ക് തൂക്കാൻ വിധിക്കാൻ അധികാരമുണ്ടെങ്കിലും തൂക്കണമെങ്കിൽ ഹൈക്കോടതി സ്ഥിരീകരിക്കണം എന്നുള്ളതാണ്. 38 പേർക്ക് തൂക്കുദണ്ഡന വിധിച്ച ഒരു കേസ് ഇന്ത്യ മഹാരാജ്യത്തിന് മുമ്പുണ്ടായിട്ടില്ല. അത് പരിഗണിച്ചിട്ടെങ്കിലും ഗുജറാത്ത് ഹൈക്കോടതി എന്തെങ്കിലും ഇളവ് കൊടുക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അതും ഉണ്ടായില്ല. യാതൊരു കണ്ണിച്ചോരയില്ലാത്ത രീതിയിലുള്ള വിധി ഉണ്ടായി. ഈ വിധിക്കപ്പെട്ടവരിൽ 3 പേർ മലയാളികളാണ്. ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടതിൽ ഒരാൾ മലയാളിയാണ്. അപ്പോൾ മൊത്തം 4 മലയാളികളാണ്. ഈ 3 പേരിൽ 2 പേർ ഈരാറ്റുപേട്ട സ്വദേശികളാണ്. ഷിബിലി, ഷാദുലി എന്ന് പറഞ്ഞ സഹോദരന്മാരാണ്. മറ്റൊരാൾ മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പോൾ ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ആൾ ഞങ്ങളുടെ നാട്ടുകാരനായ ആലുവക്കാരനാണ്. അപ്പോൾ ആലുവക്കാർക്ക് മൊത്തത്തിൽ അഭിമാനകരമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ അതിലേക്കല്ല പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു വിധി വന്നപ്പോൾ തന്നെ വലിയൊരു വിഭാഗം ആളുകൾക്ക് വലിയ മനസ്താപമുണ്ടായി. അത് സ്വാഭാവികമാണ്. ഏതായാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ആകെ വിശ്വസിക്കാവുന്ന ഒരേ ഒരു പത്രമാധ്യമ സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മാധ്യമ പത്രമാണ്. കാരണം ഈ പാകിസ്ഥാൻകാരെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച ആളുകൾ പണ്ട് മുംബൈയിൽ വന്നിറങ്ങിയിട്ട് വഴി പോയ ആളുകളൊക്കെ വെടിവെച്ചു വന്ന സംഭവം ഓർമ്മയില്ലേ? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ശിവരാജ് പാട്ടീലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അന്ന് കുറച്ച് പേര് തുപ്പാക്കിയുമായിട്ട് വന്ന് വഴിയെ പോകുന്ന ആളിലൊക്കെ വെടിവെച്ചു. അങ്ങനെ ഏതാണ്ട് 300 ചില്ലാൻ ആൾക്കാർ മരിച്ചു. ട്രൈഡൻറ്റ് ഹോട്ടലിലും താജ്മഹൽ ഹോട്ടലിലും മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ നടന്ന് വെടിപൊട്ടിച്ചു. ആ വെടിവെപ്പുണ്ടായി 2-ാം ദിവസം മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലൊരു വാർത്ത, മുംബൈ വെടിവെപ്പിനെക്കുറിച്ച് ദുരൂഹത, പാകിസ്ഥാനെ മോശക്കാരാക്കാൻ വേണ്ടി RSSകാരെന്ന് പറഞ്ഞ കാപാലികന്മാർ നടത്തിയ ഒരു നരനായാട്ടാണ് മുംബൈയിൽ നടന്നത്. ഈ ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്ന് ഹിന്ദുക്കളുടെ വികാരം ആളിക്കത്തിക്കുക, അങ്ങനെ പാകിസ്ഥാനും മുസ്ലിം സമുദായത്തിനും എതിരായിട്ടുള്ള വിദ്വേഷം പ്രസരിപ്പിക്കുക, ഇതാണ് ഇവരുടെ ഉദ്ദേശം എന്നാണ് മാധ്യമത്തിൻ്റെ മഹത്തായ കണ്ടെത്തൽ. മാധ്യമത്തിന് അല്ലാതെ മറ്റൊരു സ്ഥാപനത്തിനും അങ്ങനെ കണ്ടെത്തൽ നടത്താൻ അന്ന് സാഹചര്യത്തിൽ ഇന്നും സാധിക്കില്ല. അതൊക്കെ നിസ്സാരമല്ലേ? ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച് ട്വിൻ ടവറുകൾ തകർത്തു. പെൻറ്റഗണിന് നേരെയും ആക്രമണം നടന്നപ്പോൾ അത് ഇസ്രായേലി ഏജൻറ്റുമാരാണ് ചെയ്തത് എന്ന് ശക്തിയുക്തം വാദിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു തിങ്ക് ടാങ്കായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മാധ്യമത്തിൽ വലിയ പ്രബന്ധം തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചവർക്ക് വിശ്വസിക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പിന്നീട് സ്കോട്ട്ലൻഡുകാരെ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. കാരണം അവരുടെ കുറ്റാന്വേഷകർക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഈ പുള്ളി ഇവിടെ മലപ്പുറത്തോ കൊണ്ടോട്ടിയിലും അങ്ങോട്ടിരുന്നിട്ടാണ് ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് പുള്ളിക്ക് മാത്രമേ സാധിക്കൂ. ന്യൂയോർക്കിലാണ് കെട്ടിടം തകർന്നത്, കൊണ്ടോട്ടിയിലാണ് പുള്ളി ഇരിക്കുന്നത്. പുള്ളിയുടെ റിപ്പോർട്ട് മാധ്യമത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ മാധ്യമം ലോക കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ വലിയ നാഴികക്കല്ല് സ്ഥാപിച്ച ഒരു പത്രമാണ്. ഞാനിപ്പോൾ പറയാൻ ഈ അഹമ്മദാബാദ് സ്ഫോടനത്തെക്കുറിച്ച്. അതിൽ 3 മലയാളികൾക്ക് വധശിക്ഷ വെച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 3 പേരും തികച്ചും നിരപരാധികളാണ്. അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ട്. കോടതി വിധി തന്നെ ദുരൂഹമാണ്. വിചാരണ കോടതിയുടെ വിധി ദുരൂഹമായിരുന്നു. ഹൈക്കോടതി വിധി അതിനേക്കാൾ ദുരൂഹമാണ്. ദുരൂഹം എന്ന വാക്കില്ലാതെങ്കിൽ മാധ്യമം പണ്ടേ പൂട്ടിപ്പോയത്. ഈ മാധ്യമത്തിൻ്റെ പേര് തന്നെ മാറ്റി ദുരൂഹം എന്നാക്കി തരകില്ല. കാരണം എവിടെ എന്ത് കാര്യത്തിൽ ദുരൂഹത കണ്ടെത്താനായിട്ട് ഈ പത്രത്തിനുള്ള കഴിവ്, അതിൻ്റെ പ്രാഗൽഭ്യം, അതിൻ്റെ വിരുത് എന്ന് പറയുന്നത് അന്യാദൃശ്യമാണ്. ആ ദുരൂഹം, ഇന്നത്തെ ദുരൂഹത എന്ന് പറഞ്ഞിട്ടൊരു കോളം തന്നെ കൊടുക്കാവുന്നതാണ്. സ്പെയിനിൽ ബോംബ് പൊട്ടി, മൊത്തം ദുരൂഹത. അയർലൻഡിൽ ബോംബ് പൊട്ടി, ദുരൂഹത. ബോംബെയിൽ ബോംബ് പൊട്ടി, ദുരൂഹത. അഹമ്മദാബാദ് സ്ഫോടന കേസിൽ സുപ്രീം കോടതി വിധിയിൽ ദുരൂഹത. എന്തിട്ട് ഈ ദുരൂഹത? തൃശ്ശൂർ ഭാഷയിൽ ചോദിച്ച് എന്തുട്ട് കന്നാലി ഈ ദുരൂഹത വെച്ച് എന്തുണ്ട്? ഇവിടെ വിചാരണ കോടതിയിൽ സാക്ഷികളെ വിസ്തരിച്ചു, രേഖകൾ ഹാജരാക്കി. 2 ഭാഗത്തും വക്കീലന്മാർ കോഴി കൊത്തണ പോലെ കൊത്തി. അത് കഴിഞ്ഞ് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും എവിഡൻസ് ആക്ട് നോക്കിയിട്ടാണ് ജഡ്ജി വിധി കൽപ്പിച്ചത്.
അതിൽ ദുരൂഹത കണ്ടെത്താനായിട്ട് മാധ്യമത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അതിന് പുറത്ത് അപ്പീലാണുള്ളത്, ദുരൂഹതയല്ല. അപ്പീൽ കോടതി ഈ തെളിവും നിയമമൊക്കെ ചിക്കിച്ചകച്ച് പിന്നെ പരിശോധിച്ചു. അപ്പോഴും ഇവർ കുറ്റക്കാരാണ്. പിന്നെ 38 പേർക്ക് വധശിക്ഷ കൊടുക്കണം, അതിൽ കുറഞ്ഞ ശിക്ഷ കൊടുക്കണമെന്നുള്ള ചോദ്യം ബാക്കിയുള്ളൂ. ഇവരെല്ലാവരും തന്നെ ഈ ബോംബ് സ്ഫോടനത്തിൽ വിവിധ ഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ പല സമയത്ത് പങ്കാളികളായവരാണ്. അവരുടെ തെളിവ്, അവരുടെ അതിലെ പങ്കാളിത്തം തെളിയിക്കാനായിട്ട് ശക്തവും നിരാക്ഷേപവുമായുള്ള തെളിവുകളുണ്ട്, പ്രബലവുമായ തെളിവുകളുണ്ട്. അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി ഹൈക്കോടതി വിധി കൽപ്പിക്കുന്നത്. അല്ലാണ്ട് മാധ്യമത്തിൻ്റെ പത്രാധിപൻ വെള്ളിമാട് കുന്നിലിരുന്ന് സ്വപ്നം കാണുന്ന രീതിയിലല്ല. അതിന് ദുരൂഹത എന്നല്ല, തല്ലുകൊള്ളിത്തരം എന്നാണ് മലയാളത്തിൽ കൃത്യമായിട്ടുള്ള വാക്ക്. ഇതിന് തല്ലുകൊള്ളിത്തരം എന്നല്ലാതെ മലയാള ഭാഷയിൽ കൃത്യമായിട്ട് വേറൊരു വാക്കില്ല. ഏത് കോടതി വിധി വരുമ്പോഴും ദുരൂഹത, ഏത് സ്ഫോടനം നടക്കുമ്പോഴും ദുരൂഹത, എവിടെ ഭീകരാക്രമണം ഉണ്ടായാലും ദുരൂഹത. ആകെ ദുരൂഹമല്ലാത്തൊരു കാര്യം മാത്രമേ ഉള്ളൂ, അത് മാധ്യമ പത്രത്തിൻ്റെ മുതലാളിമാർ, അതിന് ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എന്ന് മാത്രമാണ്. അപ്പോൾ മാധ്യമം പത്രം ഇങ്ങനെ ആചാരധാരം നിലനിൽക്കട്ടെ, ദുരൂഹത നാൾക്ക് നാൾ വളരട്ടെ. ആ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമീൻ.